ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെ പറ്റിയാണ് പഠിച്ചത്. അത് ഫസ്റ്റ് മോഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്കായിരുന്നു. ഫസ്റ്റ് മോഡ്യൂളിൽ മെയിനായിട്ട് 3 ടോപ്പിക്സാണുള്ളത്. അതിൽ ആദ്യത്തേത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെ പറ്റിയായിരുന്നു. അതാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, പ്രോസസ്സർ, മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ മെയിൻ ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ, കമ്പൈലർ, ഇൻ്റർപ്രിറ്റേഴ്സ്, ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് ബേസിക്കലി സോഫ്റ്റ്വെയർസിനെ പറ്റി. അപ്പം സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഈ ലൈൻ ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാൻ കുറച്ച് പോയിൻറ്റ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് ബേസിക്കലി ചോദിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന്. അത് നമ്മൾ ടേബിൾ ഫോമിൽ എഴുതിയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അടുത്തത് കമ്പൈലേഴ്സും ഇൻ്റർപ്രിറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അത് ടേബിൾ ഫോമിലൊന്നും എഴുതാനില്ല, ഒരു 2-3 പോയിൻറ്റ്സേ ഉള്ളൂ. അത് നിങ്ങൾക്ക് 2 പാരഗ്രാഫിലായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്പൈലേഴ്സും ഇൻ്റർപ്രിറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. പിന്നെ മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, സാധാരണയായിട്ട് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യനാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ ഇത് ടേബിൾ ഫോമിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് 10 മാർക്സിനൊന്നും ചോദിക്കത്തില്ല, ഇത് 3 10 മാർക്സിന് ചോദിക്കത്തില്ല, ഒരു 4-5 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 6 പോയിൻറ്റ്സ് വരെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡിഫറൻസസ് ഒരു ടേബിൾ ഫോമിലായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടിയ സോഫ്റ്റ്വെയർസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് PC-യുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനാണ് സാധാരണ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഹാർഡ്വെയർ റിസോഴ്സസിനെ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻസ് കൂടിയ സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റായിട്ട് ഹാർഡ്വെയറായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ബയോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഈ ബയോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലെങ്കിൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയാം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിനെയാണ് ബയോസ് എന്ന് പറയുന്നത്. ഈ ബയോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം ആദ്യം റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ബയോസ് എന്ന് പറയുന്നത്. ആ ബയോസ് ആണ് റൺ ചെയ്ത് സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടോ, ഹാർഡ്വെയർ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ബയോസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ആദ്യമായിട്ട് ഓൺ ചെയ്യപ്പം റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ബയോസ് എന്ന് പറയുന്നത്. അടുത്ത സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ വിൻഡോസ് എന്നും ലിനക്സ് എന്നും ഒക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടർ ആണെങ്കിൽ ആപ്പിളിൻ്റെ OS, മാക് OS എന്നൊക്കെ പറയുന്ന ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് രണ്ടാമത്തത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിലുള്ള ഒരു മിഡിൽ മാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ നമ്മുടെ യൂസർ, അതായത് നമ്മളെ പോലുള്ള യൂസർ ഹാർഡ്വെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴിയാണ്. അപ്പം ഹാർഡ്വെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നത്. വിൻഡോസ് ആണ് ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ലിനക്സും ഉണ്ട്, അതുപോലെ തന്നെ മാക് OS ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അപ്പം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസിനെ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഈ ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു പ്രിൻ്റർ വാങ്ങി കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തു. കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ പ്രിൻ്റ് കൊടുത്താൽ പ്രിൻ്റ് വരത്തില്ല. ചിലപ്പോൾ ആ പ്രിൻ്റർ ഡിറ്റക്ട് ചെയ്തില്ല എന്ന് തന്നെ വരാം. അത് ഡിറ്റക്ട് ചെയ്യാത്ത കറക്റ്റ് അല്ല, ചിലപ്പം ഡിറ്റക്ട് ചെയ്യാം, പക്ഷേ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യത്തില്ല. ഒരു പ്രിൻ്റർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യത്തില്ല, എന്തോ ഒരു ഹാർഡ്വെയർ ആയിട്ടൊക്കെ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ചിലപ്പം ഡിറ്റക്ട് ചെയ്താൽ തന്നെ, പ്രിൻ്ററായിട്ട് ഡിറ്റക്ട് ചെയ്താൽ തന്നെ പ്രിൻ്റ് എടുക്കുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല പ്രിൻ്റ് ആയിട്ട് വരുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറിയോ അല്ലെങ്കിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കോഡുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രിൻ്റായിട്ട് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല പ്രിൻ്റായിട്ട് വരുന്നത്. ചിലപ്പം ഒരു ഇമേജ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ ചിലപ്പം ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ആ ഇമേജ് പ്രിൻ്റായി വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്യാത്ത പ്രോബ്ലമാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ
ഈ ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാർഡ്വെയർ ഒരു സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്താൽ, ഒരു പി സിയിലോട്ട് കണക്ട് ചെയ്താൽ അത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫയൽസ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണം. കാരണം ഹാർഡ്വെയറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഹാർഡ്വെയറിനെ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ആ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഫയൽസ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണം. അങ്ങനെ ഫയൽസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇല്ല എങ്കിൽ അത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഫയൽസിനെയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രിൻ്ററിൻ്റെ കേസ് തന്നെ എടുക്കുക. പ്രിൻ്റർ വാങ്ങിക്കുമ്പോൾ മിക്കവാറും അതിൻ്റെ കൂടെ ഒരു സി ഡി കിട്ടും. ആ സി ഡിയിൽ ഈ അതിൻ്റെ ഡിവൈസ് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും അതിൻ്റെ കൂടെ കാണും. അപ്പം പ്രിൻ്റർ കണക്ട് ചെയ്തിട്ട് ഈ സി ഡി ഇട്ടിട്ട് ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോഴേക്കും അത് ഇൻസ്റ്റാൾ ചെയ്യും. കുറച്ച് ഫയൽസിനെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന ഫയൽസിനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആയിരുന്നാലും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ പ്രിൻ്റ് തന്നെ ഡിറ്റക്ട് ചെയ്യും. അതനുസരിച്ച് പിന്നെ കോൺഫിഗർ ചെയ്ത് പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, കറക്റ്റായിട്ട് പ്രിൻ്റ് കിട്ടും. അത് മിക്കവാറും പ്രിൻറ്റേഴ്സിന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കാനേഴ്സിന് വരും. അങ്ങനെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന എല്ലാ പെരിഫറൽസിനും ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് വേണം. ഈവൻ നമ്മുടെ കീബോർഡ് മൗസും കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ പോലും ഡിവൈസ് ഡ്രൈവേഴ്സ് വേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് മൗസോ കീബോർഡോ വാങ്ങിക്കപ്പെടുന്ന അതിൻ്റെ കൂടെ സി ഡി കിട്ടത്തില്ല. മാത്രമല്ല ഡിവൈസ് ഡ്രൈവേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടർ ചോദിക്കുകയില്ല. അതുപോലെ തന്നെ പെൻഡ്രൈവ്, നമ്മുടെ സാധാരണ USB പെൻഡ്രൈവ് കൊണ്ട് കണക്ട് ചെയ്യപ്പോഴും ഈ ഡിവൈസ് ഡ്രൈവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ പെൻഡ്രൈവ് ഡിറ്റക്ട് ചെയ്യുകയും അതിലുള്ള ഫയൽസ് നമുക്ക് അക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് വേണ്ടിയുള്ള ഡിവൈസ് ഡ്രൈവേഴ്സൊക്കെ ആൾറെഡി ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാണും. വിൻഡോസിൽ ആൾറെഡി ഈ കീബോർഡ് കൊണ്ട് കണക്ട് ചെയ്യപ്പോഴും മൗസ് കൊണ്ട് കണക്ട് ചെയ്യപ്പോഴും നമ്മുടെ പെൻഡ്രൈവ് കൊണ്ട് കണക്ട് ചെയ്യപ്പോഴൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് സി ഡി ഇട്ട് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രിൻ്റർ, സ്കാനർ അങ്ങനത്തെ പെരിഫറലായിട്ടുള്ള ഡിവൈസുകളൊക്കെ ആണെങ്കിൽ ഹാർഡ്വെയറൊക്കെയാണ് കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന ഫയൽസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഗെയിമിംഗ് മൗസ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. ഗെയിമിംഗ് മൗസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള അഡീഷണൽ ആയിട്ട് ബട്ടൺസ് ഒക്കെ ഉള്ള മൗസിനാണ് ഗെയിമിംഗ് മൗസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മൗസ് ആണെങ്കിൽ 2 ബട്ടൺസ് കാണും, പിന്നെ നടുക്കൊരു വീലും കാണും. പക്ഷേ ഗെയിമിംഗ് മൗസ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ബട്ടൺസ് അതിന് ചുറ്റും കാണും. അതായത് ഗെയിം കളിക്കുമ്പോൾ കൂടുതൽ കൺട്രോൾസ് കിട്ടാനായിട്ട്. അപ്പം ഗെയിമിംഗ് മൗസും ഇങ്ങനെ അത് കൊണ്ട് കണക്ട് ചെയ്താൽ ഡയറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്തില്ല. ഒരു നോർമൽ മൗസ് ആയിട്ട് ചിലപ്പം വിൻഡോസ് ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ബട്ടൺസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ആ ഗെയിമിംഗ് മൗസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന സി ഡി അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഡിവൈസ് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ബട്ടൺസൊക്കെ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഹാർഡ്വെയർ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഫയൽസിനെയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് ഇക്കാലത്ത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്കിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യുന്ന, സത്യം പറഞ്ഞാൽ പല സ്ഥലത്തായിട്ട് ചിതറിയായിരിക്കും ഈ ഡാറ്റ റൈറ്റ് ചെയ്യുക. അപ്പോൾ അത് കയറി സേവ് ആവുന്ന ഫിസിക്കലായിട്ടുള്ള ഹാർഡ് ഡിസ്കിൽ തന്നെ. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ക്കാണ്. നമ്മുടെ സാധാ ഹാർഡ് ഡിസ്ക് ആയിരുന്നാലും അതിൻ്റെ അകത്ത് കുറേ ഡിസ്കുകൾ കാണും. ആ ഡിസ്കിൻ്റെ ഫിസിക്കലായിട്ടുള്ള പല ഏരിയാസിലായിട്ടായിരിക്കും ഈ ഡാറ്റ കയറി സ്റ്റോർ ആകുന്നത്. നമ്മുടെ ഫിലിം ഒരു 1 GB ഫയൽ, ഒരു ഫിലിമാണ് നമ്മൾ ഹാർഡ് ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്യുന്നതെങ്കിലും ആ 1 GB ഒരുമിച്ചായിരിക്കത്തില്ല കയറി സ്റ്റോർ ആവുന്ന. ആ ഡിസ്കിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഡിസ്കിൻ്റെ പല സെക്ടേഴ്സിൽ, പല ഏരിയാസിലൊക്കെ ആയിട്ടായിരിക്കും ആ ഡാറ്റ കയറി സ്റ്റോർ ആവുന്നത്. അങ്ങനെ പലയിടത്തായിട്ട് ചിതറി കിടക്കുന്ന ഡാറ്റയെ ഒരു ഓർഗനൈസ് ചെയ്ത് ഒരിടത്താക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഡാറ്റ, ചിതറി കിടക്കുന്ന ഡാറ്റ, പലയിടത്തായിട്ട് കിടക്കുന്ന ഡാറ്റയെ എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് ഒരിടത്താക്കി വയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ട് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരിടത്ത് മാത്രമായിട്ട് പലയിടത്തായിട്ട് ചിതറി കിടക്കാതെ എവിടത്ത് മാത്രമായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത ഡാറ്റ കിടക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് അത് റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ആ ഫയൽ ആക്സസ് ചെയ്യുന്ന ടൈമൊക്കെ കുറവായിരിക്കും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, ചെറിയൊരു സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഈ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് കിടന്നാൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഓർഗനൈസ് ചെയ്ത് ആക്കാനായിട്ട് പലയിടത്തായിട്ട് ചിതറി കിടക്കുന്ന ഫയൽസിൻ്റെ ഡാറ്റയെ ഒരു സ്ഥലത്തായിട്ട് ഓർഗനൈസ് ചെയ്ത് അടുക്കി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ. പക്ഷേ വിൻഡോസ് 7 മുതൽ, എനിക്ക് തോന്നുന്നു വിൻഡോസ് 7 മുതലുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആൾറെഡി ബിൽഡിനായിട്ട് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി വിൻഡോസ് സിസ്റ്റം ഐഡിയലായിട്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കലി അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം വിൻഡോസിൽ അതിന് ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഫയൽസിനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇതിനെയാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഫിസിക്കലായിട്ടുള്ള ഹാർഡ് ഡിസ്കിലുള്ള പല സെക്ടേഴ്സിലായിട്ട് ചെതറി കിടക്കുന്ന ഡാറ്റയെ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരിടത്ത് ആയിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന ആ സോഫ്റ്റ്വെയറിനെയാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം റിസ്റ്റോർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് അസംബ്ലർ, കമ്പൈലർ എന്നീ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. അസംബ്ലിംഗ്, കമ്പൈലർ എന്താണ് ഞാൻ അടുത്ത ഇതിൽ പറയാം.
അസംബ്ലി ലാംഗ്വേജസ് ഒക്കെ പറയുമ്പോൾ മാത്രമേ ഈ അസംബ്ലർ എന്താണ് കമ്പൈലർ എന്താണെന്ന് പറയാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് പറയാം. അപ്പോൾ അതൊക്കെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിക്ക് അകത്ത് വരുന്ന സോഫ്റ്റ്വെയർസാണ്. പിന്നെ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിനായിട്ട്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷന് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ വേർഡ് പ്രോസസ്സർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനും ഡോക്യുമെൻറ്റ്സ് ഫോമാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കൊക്കെ ടൈപ്പ് ചെയ്ത് പേജ് സെറ്റ് ചെയ്തൊക്കെ എടുക്കാനും അല്ലെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ എഴുതാനും ആർട്ടിക്കിൾസൊക്കെ ടൈപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് വേർഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് അതായത് എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സലിനൊക്കെ എക്സാമ്പിളാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഡാറ്റാബേസ് രൂപത്തിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കണക്ക് അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് അക്കൗണ്ടിങ് പർപ്പസിനുള്ള ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ടേബിൾ ഫോമിലുള്ള ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ സ്പ്രെഡ്ഷീറ്റ് അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഗെയിംസ് ഉപയോഗിക്കുന്നതിനാണ് അറിയില്ല, ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഗെയിംസ് ഉപയോഗിക്കുന്നത്. ഇമെയിൽ ക്ലയൻറ്റ് നമ്മുടെ ഇമെയിൽ അക്സസ് ചെയ്യാനായിട്ട് ഡെസ്ക്ടോപ്പിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ ഇമെയിൽ ക്ലയൻറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് ഇമെയിൽ അക്സസ് ചെയ്യാം. ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനായിട്ട് വെബ് ബ്രൗസറുണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്, അല്ല ഫയർഫോക്സ് ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, ഗൂഗിളിൻ്റെ ക്രോം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമൊക്കെ ഇൻ്റർനെറ്റ് അക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ്. അതിനാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോകാഡ് ഉണ്ട്, സിവിലുകാരും ഇലക്ട്രിക്കലുകാരും മെക്കാനിക്കലുകാരും ഒക്കെ യൂസ് ചെയ്യുന്ന ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ്, ഡ്രോയിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓട്ടോകാഡ്, അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് കുറച്ച് കാറ്റഗറി മാത്രമേ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, ഞാൻ അതൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെച്ചിരിക്കുക, ഇതിൻ്റെ കമ്പാരിസൺ തമ്മിലുള്ള ഡിഫറൻസും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ ഡിഫറൻസ് ടേബിൾ ഫോമിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം അത് ജസ്റ്റ് വായിച്ച് ലോജിക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സ് എഴുതാമെന്നുള്ളേ ഉള്ളൂ. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി പഠിക്കാം. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും എന്താണെന്ന് നോക്കാം. ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജസ് ആണ്. അതിൽ തന്നെ മെഷീൻ ലാംഗ്വേജ് ആണ് ആദ്യം ഉണ്ടാക്കിയെടുത്തത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷീൻസ് പ്രവർത്തിക്കാനായിട്ട്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനായിട്ട്, കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കോഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജിനാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയ സമയത്ത് ആദ്യം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ടും ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജിനെയാണ് ഇപ്പോൾ അതിനെ മെഷീൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. അതൊരു ന്യൂമറിക്കൽ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ 0 and 1 ഈ 2 ഡിജിറ്റ് മാത്രമേ ഈ മെഷീൻ ലാംഗ്വേജിലുള്ളൂ. ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ചാണ് ഈ മെഷീൻ ലാംഗ്വേജിലുള്ള കോഡ് എഴുതുന്നതും ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ന്യൂമറിക്കൽ ലാംഗ്വേജ് എന്ന് പറയാം. അതിൽ ബൈനറി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, 0s and 1. നമ്മൾ മെഷീൻ ലാംഗ്വേജിലുള്ള കോഡ് നോക്കുകയാണെങ്കിൽ കുറേ 0 and 1 കുറേ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 0s and 1s കുറേ ഗ്രൂപ്പ് ഓഫ് അതിനെയാണ് അറേഞ്ച്മെൻറ്റിനെയാണ് സത്യം പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല. കുറേ 0s 1 അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും? നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ സാധാരണ നോർമലായിട്ടുള്ള ഒരാൾക്ക് അത് കണ്ടാൽ മനസ്സിലാവത്തില്ല. എക്സ്പേർട്സിന് പോലും അത് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതിൽ പ്രോഗ്രാം എഴുതാനും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുക എന്നുള്ളത്. പിന്നെ ഉള്ള വലിയൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒരു പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടൊരു മെഷീൻ ലാംഗ്വേജ് കാണും. വേറെ ഒരു കമ്പ്യൂട്ടറിൽ ആ മെഷീൻ ലാംഗ്വേജ് വർക്കാകത്തില്ല. വേറൊരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് വേറൊരു മെഷീൻ ലാംഗ്വേജ് കാണും. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ ലാംഗ്വേജിനെ മെഷീൻ ഡിപ്പെൻഡൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ഓരോ മെഷീനും സെപ്പറേറ്റ് ആയിട്ട് മെഷീൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. എല്ലാ മെഷീൻ ലാംഗ്വേജ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് തന്നെ പല പല ടൈപ്പ് ഓഫ് മെഷീൻ ലാംഗ്വേജസ്, ഒരു മെഷീനിന് സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻ ലാംഗ്വേജ് ആയിരിക്കത്തില്ല വേറൊരു കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു മെഷീൻ ലാംഗ്വേജ്. വളരെ കോംപ്ലക്സ് ആയിട്ട് കണ്ടാൽ മനസ്സിലാവാത്ത വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു മെഷീൻ ലാംഗ്വേജ്. അതിൻ്റെ ഡിഫിക്കൽട്ടി കാരണമാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ജനറേറ്റ് ചെയ്ത് വന്നത്. അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡ് എഴുതുന്നത്. ആൻഡ്, ഓർ, അങ്ങനത്തെ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ഇംഗ്ലീഷിലുള്ള ചെറിയ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും പ്രോഗ്രാംസും എല്ലാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കണ്ടാൽ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും മെഷീൻ ലാംഗ്വേജിനെക്കാളും ഭേദമാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. കണ്ടാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന ഒരവസ്ഥയായിരുന്നു അസംബ്ലി ലാംഗ്വേജ്. പക്ഷേ അതും
വളരെ കോംപ്ലക്സ് തന്നെയായിരുന്നു, പ്രോഗ്രാം ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് അസംബ്ലി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയായിരുന്നു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മെഷീൻസ്, അതായത് കമ്പ്യൂട്ടേഴ്സിന് ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ കമ്പ്യൂട്ടേഴ്സിന്. അല്ലാതെ കമ്പ്യൂട്ടേഴ്സിന് അസംബ്ലി ലാംഗ്വേജ് ഒന്നും മനസ്സിലാവത്തില്ല, ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസ് ആണെങ്കിൽ അതിനെ ആദ്യം മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്ത് കൊടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാമിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. കാരണം മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം കമ്പ്യൂട്ടേഴ്സ് മെഷീൻ ലാംഗ്വേജ് മാത്രമേ അത് നേറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നേറ്റീവായിട്ട് കമ്പ്യൂട്ടേഴ്സ് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാമിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജും കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് കാരണം ഹൈ ലെവൽ ലാംഗ്വേജസ് ഓരോരും ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ ഫോർട്രാൻ എന്നൊക്കെ പറയുന്ന ആദ്യകാലങ്ങളിൽ വന്ന ഹൈ ലെവൽ ലാംഗ്വേജസ് ഒന്നാണ് ഈ ഫോർട്രാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1956 1956 ഫോർട്രാൻ നിലവിൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഫോർട്രാൻ, പാസ്കൽ അതൊക്കെയാണ് ആദ്യകാലങ്ങളിൽ വന്ന പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതിനുശേഷം 1978 നമ്മൾ കഴിഞ്ഞ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ 1978 സി എന്ന് പറയുന്ന ലാംഗ്വേജ് നിലവിൽ വന്നത്. എനിക്ക് തോന്നുന്നു 72 സി എന്ന ലാംഗ്വേജ് ഒക്കെ നിലവിൽ വന്നു. അത് കഴിഞ്ഞിട്ട് C++, ജാവ, പൈത്തോൺ അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിലവിൽ വന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്നായിരുന്നു പറഞ്ഞത്. ഇങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വേർഡ്സൊക്കെ ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് തന്നെ വായിച്ചാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ബേസ് എങ്കിലും അറിയാവുന്ന ഒരാൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചാൽ എന്തെങ്കിലും ഒരു ഐഡിയ എന്തായാലും കിട്ടും. മേ ബി ഈ സി ലാംഗ്വേജ് പഠിച്ച ആൾക്ക് തന്നെ C++ലെയും ജാവയിലെയും പൈത്തോണിലെയൊക്കെ പ്രോഗ്രാം കണ്ടാലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. എറർ ഉണ്ടോ, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ എന്നാലും ബേസിക് ഐഡിയ എന്താണെന്ന് ഒരു പക്ഷേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ കൺവീനിയൻ്റ് ആയിട്ട് പ്രോഗ്രാം എഴുതാൻ സാധിക്കുന്ന, വളരെ പെട്ടെന്ന് പ്രോഗ്രാം എഴുതാൻ സാധിക്കുന്ന ആ ലാംഗ്വേജസിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് മെഷീൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല. കമ്പ്യൂട്ടേഴ്സ് നേറ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് അല്ല ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് റൺ ചെയ്യാനൊക്കത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പൈലർ എന്നും ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ചില ലാംഗ്വേജസിൽ കമ്പൈലർ എന്ന് പറയുന്ന പ്രോഗ്രാം മാത്രമേ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ വേറെ ചില പ്രോഗ്രാംസിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന അത് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ C++നൊക്കെ കമ്പൈലേഴ്സാണ് ഉപയോഗിക്കുന്നത്. സാധാരണ സി പ്രോഗ്രാം റൺ ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറിനെ സി കമ്പൈലർ എന്നാണ് പറയുന്നത്. സി ഒക്കെ റൺ ചെയ്യുന്നത് കമ്പൈലർ എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറാണ്. അതേസമയം ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു സോഫ്റ്റ്, ഈ PHP ഒക്കെ അല്ലെങ്കിൽ പാസ്കലൊക്കെ എനിക്ക് തോന്നുന്നു ഇൻ്റർപ്രറ്റർ എന്ന ആ പ്രോഗ്രാം ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്, മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ അത് ബേസ് ചെയ്താണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അത്രത്തോളം ഡെപ്തിലൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരുന്നാലും ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാംസാണ്. അപ്പം നമുക്കിവിടെ എക്സാമിന് ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസും എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. 4 മാർക്സിനോ 5 മാർക്സിനോ ഒക്കെ ചോദിക്കും. അത് ടേബിൾ ഫോമിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും അടുത്ത സൈഡിൽ നമ്മൾ പഠിക്കും. ഈ ലോ ലെവൽ ലാംഗ്വേജസിനകത്ത് 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഈ അസംബ്ലി ലാംഗ്വേജസിനെയും ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പറയുന്നത്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. രണ്ടും ഒരു പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും യൂസ് ചെയ്യുന്നത്. പക്ഷേ ബേസിക്കായിട്ട് 2-3 ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുണ്ട്. അപ്പോൾ ആ 2-3 ഡിഫറൻസ് എന്താണെന്നാണ് നിങ്ങൾ 1-2 പാരഗ്രാഫിൽ എഴുതി വയ്ക്കേണ്ടത്. അപ്പോൾ കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസും എക്സാമിന് ചോദിക്കാം. ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ, ഈ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. കോഡ് മേ ബി ഒരു 10 സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൊരു കോഡാണെന്ന് കരുതുക. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ 10 സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൊരു കോഡാണെന്ന് കരുതുക. ഇൻ്റർപ്രറ്ററിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു രീതി, ആ ഒരു മെത്തേഡ് ഓഫ് കൺവേർഷനാണ് ഈ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത്.
അതേസമയം കമ്പൈലർ എന്ന് പറയുന്ന പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ 10 സ്റ്റേറ്റ്മെൻറ്റ്സിനെയും മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ടേ അതിനെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ പ്രോഗ്രാമിനെ മുഴുവൻ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് കൺവേർഷനാണ് ഈ കമ്പൈലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർപ്രറ്ററിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത്. കമ്പൈലറിലാണെങ്കിൽ ഒരുമിച്ച് ആ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് കമ്പൈലർ എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. നമ്മുടെ C++ എല്ലാം കമ്പൈലർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് റൺ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമിനെ മുഴുവനായിട്ടും ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഈ ഓരോ ടൈപ്പിനും ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫാസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് ഏതാണ് കറക്റ്റ് എനിക്കറിയത്തില്ല, ഏതാണ് ഫാസ്റ്റർ എന്ന് ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം. ഇതിൽ ഒരെണ്ണം കുറച്ച് ഫാസ്റ്ററായിട്ട് എക്സിക്യൂഷൻ നടക്കും, മറ്റത് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിരിക്കും. ഈ കമ്പൈലറാണ് എങ്കിൽ ആദ്യം മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഉള്ള എറേഴ്സ് എല്ലാം കാണിക്കും, എന്നിട്ട് റൺ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം എറർ ഉണ്ടെങ്കിൽ ആ എറർ കാണിക്കും, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ഇൻ്റർപ്രറ്റർ കാണിക്കത്തില്ല. പക്ഷേ കമ്പൈലർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമേ ഫുൾ പ്രോഗ്രാം മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യമേയുള്ള സിൻടാക്സ് എറർ മൊത്തം ആദ്യമേ തന്നെ കാണിക്കും, എന്നിട്ടേ അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഓഫ് കൺവേർഷനാണ് ഈ കമ്പൈലറിലും ഇൻ്റർപ്രറ്ററിലും ഉള്ളത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ടെക്സ്റ്റിൽ 2-3 പോയിൻറ്റ്സേ ഉള്ളൂ, ഒരുപാടില്ല, 2-3 പോയിൻറ്റ്സേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. പിന്നെയാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഒരു 7-8 പോയിൻറ്റ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിനിമം 6 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ഇത് ഇപ്പോൾ 8 പോയിൻറ്റ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു 6-7 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 5-6 പോയിൻറ്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്താലും മതി. ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും മനസ്സിലാവാത്തതുപോലെ കാണാതെ പഠിച്ചതെന്ന് എക്സാമിന് എഴുതണം എന്ന് പറയുന്നില്ല. ഇത് 10 മാർക്സിനൊന്നും ചോദിക്കത്തില്ല, 4 മാർക്സിനൊക്കെ മാക്സിമം ചോദിക്കുള്ളൂ. അപ്പോൾ 4 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 6 പോയിൻ്റൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ലോജിക്കും അനുസരിച്ച് നിങ്ങൾ ഓർമ്മയിൽ വരുന്ന പോയിൻറ്റ്സ് മാത്രം നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസ് ലോ ലെവൽ ലാംഗ്വേജസ് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇതിൻ്റെ ഡിഫറൻസസ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. അത് ഈസി ആയിട്ട് പ്രോഗ്രാം എഴുതാൻ കഴിയുന്നുണ്ട്, പ്രോഗ്രാമർ ഫ്രണ്ട്ലി ലാംഗ്വേജ് എന്ന് പറയും. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. ഈ മെഷീൻ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന മെഷീൻസിന് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ആണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്തായാലും മനസ്സിലാവത്തില്ല. അപ്പോൾ അത് മെഷീൻ ഫ്രണ്ട്ലി എന്ന് പറയാം, മറ്റത് പ്രോഗ്രാമർ ഫ്രണ്ട്ലി എന്ന് പറയാം. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് കുറച്ചും കൂടി മെമ്മറി എഫിഷ്യൻറ്റ്, ലോ ലെവൽ ലാംഗ്വേജസ് അത്രത്തോളം മെമ്മറി എഫിഷ്യൻ്റ് അല്ല. പിന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്, ലോ ലെവൽ ലാംഗ്വേജസ് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ ഡീബഗ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ലോ ലെവൽ ലാംഗ്വേജസ് കുറച്ച് കോംപ്ലക്സ് ആണ് ഡീബഗ് ചെയ്യാൻ. ഈ മെയിൻറ്റെയിൻ ചെയ്യാനും ഓവറോൾ അറേഞ്ച് ചെയ്ത് വയ്ക്കാനൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് കുറച്ചും കൂടെ ഈസി. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജസ് കുറച്ച് കോംപ്ലക്സ് ആണ്. പിന്നെ പോർട്ടബിൾ ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്, അതായത് ഇപ്പം മെഷീൻ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ ഒരു ലിനക്സ് സിസ്റ്റത്തിൽ റൺ ചെയ്ത സെയിം C പ്രോഗ്രാം തന്നെ നമുക്ക് വിൻഡോസ് സിസ്റ്റത്തിലും മാക് OSലുള്ള സിസ്റ്റത്തിലും മാക്കിൻടോഷ് ആപ്പിളിൻ്റെ സിസ്റ്റത്തിലും നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് അല്ല, കമ്പ്യൂട്ടർ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേസമയം ലോ ലെവൽ ലാംഗ്വേജ് ആയ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ വിൻഡോസിൽ എഴുതിയ ഒരു മെഷീൻ ലാംഗ്വേജ് ആണ് എങ്കിൽ അത് വിൻഡോസിൽ മാത്രം റൺ ചെയ്യത്തുള്ളൂ, ലിനക്സിൽ റൺ ചെയ്യത്തില്ല. അല്ലെങ്കിൽ 32 ബിറ്റ് ഹാർഡ്വെയറുള്ള ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന മെഷീൻ ലാംഗ്വേജ് ആയിരിക്കത്തില്ല 16 ബിറ്റ് ഹാർഡ്വെയറുള്ള കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നത്. അപ്പം പോർട്ടബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം ലോ ലെവൽ ലാംഗ്വേജസ്. പിന്നെ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്ലാറ്റ്ഫോമിലും റൺ ചെയ്യും. അതായത് ലിനക്സ് ആയിരുന്നാലും വിൻഡോസ് ആയിരുന്നാലും ഈവൻ 32 ബിറ്റ് ആയിരുന്നാലും 64 ബിറ്റ് ആയിരുന്നാലും ARM ആയിരുന്നാലും അല്ല സാധാരണ x86 ആയിരുന്നാലും ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നാലും ഹൈ ലെവൽ ലാംഗ്വേജസ് റൺ ചെയ്തോളും. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജസ് അങ്ങനെയല്ല, അത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ മെഷീനും ഓരോ മെഷീൻ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊരു കമ്പാരിസനാണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യും, ലോ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ വരുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ ആവശ്യമുണ്ട്. അത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജിൽ അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ അസംബ്ലർ എന്ന പ്രോഗ്രാം ഉപയോഗിച്ചാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ അതിനൊരു കൺവേർഷൻ ആവശ്യമില്ല. പക്ഷേ അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ അസംബ്ലർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ചാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പാരിസൺ ഈ ടേബിൾ ഫോമിൽ തന്നെ പഠിച്ചുകൊണ്ട് പോവുക. 8 എണ്ണം പഠിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നില്ല, ഒരു 5-6 എണ്ണം മതി. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ മാക്സിമം ചോദിക്കുകയുള്ളൂ.
ഇത്രയാണ് നമ്മുടെ ഈ മോഡ്യൂളിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമിന് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന അൽഗോരിതം എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.